നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കാണോ നിയന്ത്രണം അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണോ? ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ സത്യസന്ധമായി മറുപടി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഈ തീരുമാനം എടുക്കുമ്പോൾ പോലും ഇത് ശരിയാണോ എന്നതിലുപരി ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവുമോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നില്ല, നിങ്ങൾ അഭിനയിക്കുകയാണ്. ഒരിക്കൽ സത്യമായി ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രം പോലും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കരിയർ പോലും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജീവിത രീതിയും ഇവയിൽ എത്ര ശതമാനം നിങ്ങൾക്ക് വേണ്ടിയാണ്, എത്ര ശതമാനം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്? നമ്മളെ ചെറുപ്പം മുതൽ തന്നെ പഠിപ്പിച്ചത് എന്താണ്? മറ്റുള്ളവർ എന്തു പറയും എന്ന് നോക്ക്, അവരെ നൊന്തുപോകാൻ ഇടയാക്കരുത്, സമൂഹത്തിൽ നന്നായി കാണണം. ഇത് സ്ലോലി നമ്മളെ സേഫ് ആക്കുന്നു, പക്ഷെ സ്ട്രോങ് ആക്കില്ല. കാരണം ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്നു. അതിനാൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന 8 ശീലങ്ങളാണ്. സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഈസി ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഇതിൽ ഓരോന്നെങ്കിലും ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ നിങ്ങൾ പതിയെ പതിയെ മാറാൻ തുടങ്ങും. ഒന്നാമതായുള്ള ശീലമാണ് അംഗീകാരത്തിനായി കാത്തിരിക്കുന്നത് നിർത്തുക. നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം എന്താണ്? ഇത് ശരിയാണോ? അല്ല, ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടമാകുമോ എന്നതാണ്. ഈ ചിന്ത നിങ്ങളുടെ ഫ്രീഡത്തിന് ഏറ്റവും വലിയൊരു ശത്രുവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ ലൈക്സ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഞാൻ ശരിയായിട്ടാണോ എന്ന്. അതാണ് എക്സ്റ്റേണൽ വാലിഡേഷൻ്റെ ട്രാപ്പ്. നിങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ സെൽഫ് വർത്ത് മറ്റുള്ളവരുടെ പ്രതികരണത്തിൽ ഫിക്സ് ചെയ്യുകയാണ്. പക്ഷെ ഒരു സത്യം എന്തെന്നാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം ആ തീരുമാനങ്ങളുടെ ഫലം അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവർക്ക് അതൊരു അഭിപ്രായം മാത്രമാണ്, നിങ്ങൾക്കതൊരു ജീവിതമാണ്. ഒരു ചെറിയ എക്സസൈസ് ചെയ്തു നോക്കാം. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരു ഡിസിഷൻ എങ്കിലും ആരെയും ചോദിക്കാതെ നിങ്ങൾ എടുത്തു നോക്കുക. ചെറുതായാലും മതി. എന്ത് ധരിക്കണം, എവിടെ പോകണം, എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ആദ്യത്തേതിൽ നിന്ന് ചെറിയ ഡിസ്കംഫേർട്ട് ഉണ്ടാകും, പക്ഷെ അതാണ് ഇൻഡിപെൻഡൻസിൻ്റെ തുടക്കം. എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ് അവസാനം സ്വയം നഷ്ടപ്പെടുത്തുന്നത്. അപ്രൂവൽ തേടുന്നത് നിർത്തുന്ന നിമിഷം നിങ്ങൾ സ്വതന്ത്രനാകാൻ തുടങ്ങും. രണ്ടാമതായുള്ള ശീലമാണ് ഏകാന്തതയെ പേടിക്കരുത്. ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒരു ഫോണില്ലാതെ, ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ 10 മിനിറ്റ് സൈലൻസിൽ ഇരിക്കാൻ പോലും പലർക്കും കഴിയില്ല. കാരണം സൈലൻസിൻ്റെ ഇടയിൽ നമ്മുടെ റിയൽ തോട്ട്സ് വരും. നമ്മൾ അവോയ്ഡ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും മുന്നിലേക്ക് വരും. അതുകൊണ്ടാണ് പലരും ലോൺലിനെസ്സിനെ പേടിക്കുന്നത്. പക്ഷെ ലോൺലിനെസ് എന്നും ബാഡ് അല്ല. എലോൺ ആകുന്നത് ലോൺലി ആകുന്നതല്ല. എലോൺ ആകുന്നത് ഒരു അവസരമാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾ എന്താണ് ഭയപ്പെടുന്നത്, ഇവയെല്ലാം ക്ലാരിറ്റി ആകുന്നത് നിങ്ങൾ തനിച്ചിരിക്കുന്ന നിമിഷത്തിലാണ്. ഒരു ഹിസ്റ്ററി നോക്കാം. ലോകത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ അച്ചീവേഴ്സും തന്നെ ഒരു കോമൺ ട്രേറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ ഏകാന്തതയെ കൈകാര്യം ചെയ്യാൻ കൃത്യമായി അറിയാം. കാരണം ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്തപ്പോഴാണ് ഫോക്കസ് വളരുന്നത്. ഇന്നു മുതൽ ഒരു ചെറിയ ഹാബിറ്റ് തുടങ്ങുക. ദിവസവും 10-15 മിനിറ്റ് ഒറ്റയ്ക്കിരിക്കാൻ, ഫോണില്ലാതെ, മ്യൂസിക് ഇല്ലാതെ, ജസ്റ്റ് നിങ്ങളും നിങ്ങളുടെ തോട്ട്സും മാത്രമായിട്ട്. ആദ്യം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പതിയെ പതിയെ അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആവും. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന ആളെ ആർക്കും തകർക്കാൻ പറ്റില്ല. മൂന്നാമതായുള്ള ശീലമാണ് സെൽഫ് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുക എന്നത്. മോട്ടിവേഷൻ വളരെ നല്ലതാണ്, പക്ഷെ അത് റിലയബിൾ അല്ല. ഒരു ദിവസം നിങ്ങൾക്ക് ഫുൾ എനർജി ഉണ്ടാക്കും, നെക്സ്റ്റ് ഡേ ഒന്നും ചെയ്യാൻ തോന്നില്ല. അതുകൊണ്ട് മോട്ടിവേഷൻ മാത്രം ആശ്രയിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവിടെ ഡിസിപ്ലിൻ വരുന്നു. ഡിസിപ്ലിൻ എന്നത് സിമ്പിളാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക. അത് എക്സൈറ്റിംഗ് അല്ല, പക്ഷേ പവർഫുള്ളാണ്. നിങ്ങൾ ജിം പോകുന്നുണ്ടെന്ന് കരുതുക. ഒരു ദിവസം നിങ്ങളത് സ്കിപ്പ് ചെയ്തു, പിന്നെ രണ്ടാമത്തെ ദിവസം പയ്യെ പയ്യെ അത് ഹാബിറ്റായി മാറും. അതുപോലെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ സ്ലോലി നിങ്ങൾ ബിൽഡ് ചെയ്യും. ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ ഒരു റൂളുണ്ട്, അതായത് സ്മോൾ ഹാബിറ്റ്സ്. വലിയ ചേഞ്ചസ് വേണ്ട. ദിവസവും സെയിം ടൈം എഴുന്നേൽക്കുക, 20 മിനിറ്റ് ഫോക്കസ് വർക്ക് ചെയ്യുക, ഇത് റിപ്പീറ്റ് ചെയ്യുക. സക്സസ് എന്ന് പറയുന്നത് ഒരു ബോറിംഗ് റെപ്പറ്റേഷനാണ്, പക്ഷെ ആ റെപ്പറ്റേഷൻ തന്നെയാണ് നിങ്ങളെ ഡിഫറെൻ്റ് ആക്കുന്നത്. നാലാമതായുള്ളൊരു ശീലമാണ് ഓവർ തിങ്കിങ് നിർത്തുക എന്നത്. നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഞാൻ കൂടുതൽ അനലൈസ് ചെയ്യുന്നു, അതിനാൽ ഞാൻ സ്മാർട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ റിയാലിറ്റി എന്താണെന്നോ, ഓവർ തിങ്കിങ് നിങ്ങളെ സ്റ്റക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു, വീണ്ടും പ്ലാൻ ചെയ്യുന്നു, പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു, പക്ഷേ ആക്ഷൻ ഇല്ല. ഒരു കാര്യം ഓർത്തു നോക്കുക, ക്ലാരിറ്റി ആക്ഷനിൽ നിന്നാണ് വരുന്നത്, തിങ്കിങ്ങിൽ നിന്നല്ല. ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, 5 സെക്കൻഡ് റൂളാണ്. ഒരു ഐഡിയ വന്നാൽ 5 സെക്കൻഡ് ഉള്ളിൽ ഡിസിഷൻ എടുക്കണം, പിന്നെ ആക്ഷൻ. നിങ്ങൾ ഡിലേ ചെയ്യുന്ന നിമിഷം നിങ്ങളുടെ ബ്രെയിൻ എക്സ്ക്യൂസസ് ഉണ്ടാക്കും. മിസ്റ്റേക്സ് ഉണ്ടാകാം, പക്ഷേ അത് ഓക്കെയാണ്. മിസ്റ്റേക്കിൽ നിന്നാണ് ലേണിംഗ്. പെർഫെക്റ്റായി തുടങ്ങാൻ ശ്രമിക്കരുത്, ഇംപെർഫെക്റ്റായി തുടങ്ങുകയാണ് വേണ്ടത്. അഞ്ചാമതായുള്ള ശീലമാണ് നിങ്ങളുടെ സർക്കിൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തെ ഷെയ്പ്പ് ചെയ്യുന്നു.
നിങ്ങൾ നെഗറ്റീവ് ആളുകൾക്കൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ പതിയെ പതിയെ നിങ്ങളും നെഗറ്റീവ് ആകും. എനർജി എന്ന് പറയുന്നത് കണ്ടേജിയസ് ആണ്. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, ചില ആളുകളോടൊപ്പം സമയം ചിലവഴിച്ചാൽ നിങ്ങൾ ഡ്രെയിൻഡ് ഫീൽ ചെയ്യും, ചിലരോടൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങൾ മോട്ടിവേറ്റഡ് ഫീൽ ചെയ്യും. അതാണ് ഡിഫറൻസ്. അതുകൊണ്ട് നിങ്ങളുടെ സർക്കിൾ കെയർഫുള്ളി ചൂസ് ചെയ്യുക. എല്ലാവരെയും ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റോങ് അല്ല, അത് നെസസറിയാണ്. നിങ്ങളുടെ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടൊപ്പം മാത്രമാണ് നിങ്ങൾ സമയം ചിലവഴിക്കേണ്ടത്. ആറാമതായുള്ള ശീലമാണ് ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യുക. ഫെയിലിയർ വന്നാലും പലരും അതിനെ എൻഡായി കാണുന്നുണ്ട്, എനിക്ക് പറ്റില്ല എന്ന് കൺക്ലൂഡ് ചെയ്യും. പക്ഷേ ട്രൂത്ത് എന്താണെന്നോ, ഫെയിലിയർ ഒരു ഫീഡ്ബാക്കാണ്. ഒരു ബേബി നടക്കാൻ പഠിക്കുമ്പോൾ അത് പലതവണ വീഴും, പക്ഷെ അത് ക്വിറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ഗ്രോത്ത്. സക്സസ്ഫുള്ളായ ആളുകൾ ഫെയിൽ ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്, അവർ ക്വിറ്റ് ചെയ്തിട്ടില്ല എന്നതാണ് ഡിഫറൻസ്. അതിനാൽ ഫെയിലിയറിനെ ഫിയർ ചെയ്യരുത്. അനലൈസ് ചെയ്യുക, എന്താണ് തെറ്റ് എന്നത് മനസ്സിലാക്കി അതിനെ ഇംപ്രൂവ് ചെയ്യുക, അതിനുശേഷം വീണ്ടും ശ്രമിക്കുക. ഫെയിൽ ഫാസ്റ്റ്, ലേൺ ഫാസ്റ്റർ എന്നാണ് പറയുന്നത്. ഏഴാമതായുള്ള ശീലമാണ് സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യുക എന്നത്. നിങ്ങൾ എല്ലാവർക്കും യെസ് പറയുന്ന ആളാണോ? അത് കൈൻഡ്നെസ് അല്ല, പലപ്പോഴും ഇൻസെക്യൂരിറ്റിയാണ്. നിങ്ങൾക്ക് ബൗണ്ടറീസ് ഇല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ സീരിയസ് ആയി എടുക്കില്ല. നോ പറയാൻ പഠിക്കണം. അത് റൂഡല്ല, അത് ക്ലാരിറ്റിയാണ്. നിങ്ങൾ നിങ്ങളുടെ സമയം, എനർജി, റെസ്പെക്റ്റ് ഇവയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒരു കാര്യം ഓർത്തു നോക്കിക്കേ, പീപ്പിൾ ട്രീറ്റ് യു ഹൗ യു അലോ ദം ടു ട്രീറ്റ് യു. നിങ്ങൾ നിങ്ങളെ വിലമതിക്കുമ്പോൾ മറ്റുള്ളവരും നിങ്ങളെ വിലമതിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇനി എട്ടാമതായുള്ളൊരു ശീലമാണ് ഒറ്റയ്ക്ക് ജയിക്കാൻ പഠിക്കുക എന്നത്. ഇനി എട്ടാമത്തെ ശീലമാണ്, അതായത് ഒറ്റയ്ക്ക് ജയിക്കാൻ പഠിക്കുക. നിങ്ങൾ ഈ ലോകത്ത് ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇതൊരു ഹാർഷ് ട്രൂത്താണ്, പക്ഷേ പവർഫുള്ളാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയാൽ നല്ലതാണ്, പക്ഷേ അതില്ലെങ്കിലും നിങ്ങൾ നിർത്തരുത്. ഡിപ്പെൻഡൻസ് നിങ്ങളെ വീക്കാക്കും, ഇൻഡിപെൻഡൻസ് നിങ്ങളെ സ്ട്രോങ് ആക്കും. നിങ്ങൾക്ക് നിങ്ങളിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആകും. ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക, എനിക്ക് ആരുമില്ലെങ്കിലും ഞാൻ മുന്നോട്ട് പോകും. അത് ലോൺലിനെസ് അല്ല, അത് സ്ട്രെങ്ത് ആണ്. വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ 8 ശീലങ്ങളും നിങ്ങൾ ഇന്നു മുതലെങ്കിലും ശീലിക്കാൻ നോക്കുക. ഈ വീഡിയോ കാണുന്നത് മാത്രം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറില്ല. നിങ്ങൾ കേട്ട ഓരോ കാര്യവും നിങ്ങൾ ആക്ഷനാക്കി മാറ്റുന്ന നിമിഷത്തിലാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. നിങ്ങൾ ഇന്നും അതേ ആളായി തുടരാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു ചെറിയ മാറ്റം നിങ്ങൾക്ക് തുടങ്ങാം. കാരണം ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടൂ. ഒരു ദിവസം നിങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും, ഞാൻ എൻ്റെ ജീവിതം ഞാൻ തന്നെയാണോ ജീവിച്ചത്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ അഭിപ്രായം കേട്ടാണോ ജീവിച്ചതെന്ന്. ആ ദിവസം നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാകും. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങൾ ആകാൻ ആഗ്രഹിച്ച ആളായി മാറാൻ നിങ്ങളെടുത്ത റിസ്ക്, ഇവയെല്ലാം അന്ന് നിങ്ങൾ മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. ഫിയർ ഉണ്ടാകും, ഡൗട്ട് ഉണ്ടാകും, പക്ഷെ അത് നോർമലാണ്. ഡിഫറൻസ് എന്താണെന്നറിയാമോ? സാധാരണ ആളുകൾ ഫിയർ കണ്ടാൽ നിൽക്കും, സ്ട്രോങ് ആളുകൾ ഫിയർ ഉണ്ടായാലും മുന്നോട്ട് പോകും. നിങ്ങളിതിൽ ഏത് ടൈപ്പ് ആളാകാനാണ് പോകുന്നത്? ഇന്ന് നിങ്ങൾക്ക് 2 ചോയ്സസ് ഉണ്ട്. സെയിം ലൈഫ്, സെയിം എക്സ്ക്യൂസസ്, സെയിം റിസൾട്ട്സ്. അല്ലെങ്കിൽ ന്യൂ മൈൻഡ് സെറ്റ്, ന്യൂ ഹാബിറ്റ്സ്, ന്യൂ ലൈഫ്. മാറ്റം ഒരേ സമയം വലിയതായി വരില്ല. ചെറിയ ചെറിയ ഡിസിഷൻസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്നൊരു ഹാബിറ്റ് ചേഞ്ച് ചെയ്താൽ നാളെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും. ഒരാളും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല, ഒരാൾ നിങ്ങളെ പുഷ് ചെയ്യാനും വരില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ പുഷ് ചെയ്യേണ്ടത്. ഒരിക്കൽ നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ ഞാൻ മാറുമെന്ന്, ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം സ്ലോലി മാറാൻ തുടങ്ങും. ഒറ്റയ്ക്ക് പോകേണ്ടി വന്നാലും അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. സ്ലോ ആയി പോകേണ്ടി വന്നാലും ശ്രമിക്കുക. പക്ഷെ നിർത്തരുത്. കാരണം നിങ്ങൾ നിർത്തുന്ന നിമിഷം നിങ്ങൾ തോൽക്കുന്നു. നിങ്ങൾ മുന്നോട്ട് പോകുന്ന നിമിഷം നിങ്ങൾ ജയിക്കാനും തുടങ്ങുന്നു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, 1 വർഷത്തിന് ശേഷമുള്ള നിങ്ങളെ. സ്ട്രോങ്ങർ, കോൺഫിഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്. ആ വേഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അത് ലഭിക്കാൻ നിങ്ങൾ ഇന്നത്തെ വേഷം ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുക. ഞാൻ ഇനി ഡിപ്പെൻഡ് ചെയ്യില്ല, ഞാൻ എൻ്റെ ജീവിതം ഞാൻ തന്നെ ബിൽഡ് ചെയ്യും. ഈ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതം മാറ്റാൻ മാത്രം മതി. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കേട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.